ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നസ് കിച്ചൻ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ ബ്രെഡ് ഉപയോഗിച്ചുകൊണ്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു കുട്ടി സ്നാക്സിൻ്റെ റെസിപ്പി കേട്ടോ. നമ്മുടെ കയ്യിൽ ബാക്കി ബ്രെഡൊക്കെ വരുമ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരുപാട് സമയവും വേണ്ട, എന്നാൽ ഒരുപാട് ചേരുവകളുടെ ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ തട്ടിക്കുട്ടി റെഡിയാക്കാൻ പറ്റാവുന്ന ഒരു സ്നാക്സ് എന്ന് തന്നെ പറയാം. അപ്പോൾ ബാക്കി വരുന്ന ബ്രെഡ്, അതായത് ഇപ്പോൾ 1-2 ബ്രെഡാണെന്നുണ്ടെങ്കിലും കളയാതെ ഇതേപോലെ ഒരു സ്നാക്സ് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. വൈകുന്നേരം 4 മണി ചായക്കൊക്കെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ കഴിക്കാൻ നേരത്ത് ചെറു ചൂടോടെ ഇതേപോലെ സോസിൻ്റെയോ അല്ലാന്നുണ്ടെങ്കിൽ മയോണൈസിൻ്റെ ഒക്കെ കൂടെ കഴിക്കുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സ് തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കുക. കമൻസൊക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് നമ്മുടെ റെസിപ്പി ചെയ്തെടുക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ഈ സ്നാക്സിനായിട്ട് മെയിനായിട്ട് വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ 5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഒരുപാട് വലിപ്പമുള്ള ബ്രെഡൊന്നുമില്ല, ഇടത്തരം ബ്രെഡ് ഉണ്ടല്ലോ, അതാണ് 5 എണ്ണമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ബ്രെഡിൻ്റെ എണ്ണം കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, അതുപോലെ തന്നെ കുറഞ്ഞാലും കുഴപ്പമില്ല. ബാക്കിയുള്ള ചേരുവകളൊക്കെയും അതനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രം മതിയാവും. എടുത്തിരിക്കുന്ന ബ്രെഡൊക്കെയും ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒരു ബൗളിലേക്ക് നമുക്കങ്ങ് മുറിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചിട്ടാൽ മതിയാവും. ഒരുപാട് വലുതും വേണ്ട, ഒരുപാട് ചെറുതും വേണ്ട. കാരണം എല്ലാം കൂടി കൈവച്ച് ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാനുള്ളതാണ്. നമ്മൾ എടുത്തിരിക്കുന്ന 5 ബ്രെഡും ബൗളിലേക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ളൊരു തക്കാളിയുടെ ഒരു 1/4 ഭാഗം ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും, അതേപോലെ തന്നെ ക്യാപ്സിക്കത്തിൻ്റെ ഒരു 1/4 ഭാഗവും ഇതേപോലെ നീളത്തിൽ കനം കുറച്ചൊന്ന് കട്ട് ചെയ്തതുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്യാപ്സിക്കത്തിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാരറ്റ് ഉണ്ടല്ലോ, അതാണെങ്കിലും ഇതേ വലുപ്പത്തിൽ കനം കുറച്ച് ഒന്ന് അരിഞ്ഞെടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാബേജ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതാണെങ്കിലും ഒരു ചെറിയൊരു പിടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഒരുപാടൊന്നും വേണ്ട. കൂടെ തന്നെ തീരെ ചെറിയൊരു സവാളയും കൂടി ഇതേപോലെ തീരെ കനം കുറച്ച് നീളത്തിലൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതേപോലെ കുരുകുരാന്ന് ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഒരുപാട് വലിപ്പത്തിലൊന്നും വേണ്ട കേട്ടോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത ഇഞ്ചിയും എരിവിനായിട്ട് ഒരു പച്ചമുളകും കൂടി നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവൊക്കെ നോക്കിയിട്ട് വേണം പച്ചമുളക് ചേർക്കാനായിട്ട്. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അടുത്തേക്ക് നമ്മുടെ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ എടുത്ത് ഒരു പിഞ്ച് മാത്രം നമ്മുടെ ഗരം മസാലയും അതേപോലെ തന്നെ ഒരു പിഞ്ച് കായത്തിൻ്റെ പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ 2 പൊടികളല്ലാതെ വേറെ ഒരു പൊടികളും, മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ അങ്ങനെ ഒന്നും തന്നെ നമ്മൾ ഈ സ്നാക്സിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ. കൂടെ തന്നെ കറിവേപ്പിലയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മല്ലിയില ഉണ്ടല്ലോ, അതാണെങ്കിലും ചെറുതായിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയാണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി കൈ വെച്ച് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ സ്നാക്സിലേക്ക് വേറെ വെള്ളമോ അങ്ങനെയൊന്നും തന്നെ ചേർക്കാതെ നമ്മുടെ ആ ഉള്ളിയിൽ നിന്നും അതേപോലെ തന്നെ തക്കാളിയിൽ നിന്നൊക്കെ ഉള്ള ആ ഒരു വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മളിതൊന്ന് കുഴച്ചെടുക്കുന്നത്. വേറെ എക്സ്ട്രാ വെള്ളം ഒന്നും തന്നെ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ കൈ വെച്ച് നന്നായിട്ട് തന്നെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതുകൊണ്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആ ചേർത്ത് കൊടുത്തിരിക്കുന്ന ബ്രെഡൊക്കെ നല്ലപോലെ തന്നെ പൊടിഞ്ഞ് ഇതേപോലെ നേർപകുതിയായിട്ട് നമുക്ക് കിട്ടും. ബ്രെഡ് കുറച്ച് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചധികം തന്നെ ബാക്കിയുള്ള ചേരുവകളും ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ ചേരുവകളും അതനുസരിച്ച് കുറച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അടുത്തേക്ക് മൈദയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മൈദയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടി ആണെന്നുണ്ടെങ്കിലും കുഴപ്പമുണ്ടാവില്ല കേട്ടോ. അതും കൂടി ചേർത്ത് കൈവച്ച് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ മൈദയോ അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണയിലേക്ക് ഇട്ടുമ്പോൾ ഇങ്ങ് വിട്ട് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഇങ്ങനെ പൊടിഞ്ഞ് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നല്ലൊരു മുറുക്കം കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ മൈദയോ അല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മിക്സ് എന്ന് പറയുന്നത് കേട്ടോ. കയ്യിലെടുത്ത് കഴിയുമ്പോൾ ഒട്ടും തന്നെ ഇങ്ങ് വിട്ടൊന്നും പോരാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും. അതാണ് നമുക്ക് വേണ്ടത്. ഇനിയിപ്പോൾ വേറെ ഒന്നും തന്നെയില്ല, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി ഓയിലിലേക്കിട്ട് ഇങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. എണ്ണയൊക്കെ ആണെങ്കിലും ഇവിടെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടായ നമ്മുടെ ഓയിലിനകത്തേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മിക്സും കൂടി കയ്യിൽ കുറച്ചെടുത്ത് ഇതേപോലെ അങ്ങ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് വലിപ്പത്തിലും അതേപോലെ തന്നെ ഒരുപാട് വലുതായിട്ടും ചെയ്തെടുക്കണ്ട കേട്ടോ. നമ്മൾ ഓയിലിലേക്ക് ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് ഫ്രൈ ആവുന്ന രീതിയിൽ വേണം ഇതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഉൾഭാഗമൊക്കെ ആണെന്നുണ്ടെങ്കിലും അത്ര നന്നായിട്ടങ്ങ് വെന്ത് വന്നെന്ന് വരില്ല. ഇതേപോലെ കയ്യിൽ കുറച്ചൊന്ന് കിള്ളി ഇട്ട് കൊടുത്ത് റെഡിയാക്കി എടുത്താൽ മാത്രം മതിയാവും. ഗ്യാസിൻ്റെ ഫ്ലെയിം എന്ന് പറയുന്നത് ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചാൽ മതി. ഒരു വശമൊക്കെ പതുക്കെ ഒന്ന് റെഡിയായി കഴിഞ്ഞപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുവാണ്. അങ്ങനെ 2 വശം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് ശരിക്കും കളറൊക്കെ ഒന്ന് മാറി റെഡിയായി കഴിയുമ്പോൾ ഒന്ന് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്സിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ചെറിയ ചെറിയ ചേരുവകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടി റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു തട്ടിക്കൂട്ടി സ്നാക്സ് തന്നെയാണ്. കണ്ടോ, നന്നായിട്ട് മുരിഞ്ഞ് 2 വശമൊക്കെ നന്നായിട്ട് വന്നപ്പോൾ കോരിയെടുത്ത് എണ്ണയൊക്കെ കളഞ്ഞിട്ട് ഇങ്ങ് മാറ്റി വയ്ക്കുവാണ്. അപ്പോൾ കരിഞ്ഞൊന്നും പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് സമയമൊന്നും വേണ്ട ഫ്രൈ ചെയ്തെടുക്കാനാണെന്നുണ്ടെങ്കിലും. നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്കി വന്ന മിക്സും ഇതേപോലെ ഓയിലിലേക്കിട്ട് നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഷേപ്പാക്കുമ്പോൾ ഒരുപാട് വലിപ്പത്തിലൊന്നും ഷേപ്പാക്കണ്ട. ഇതേപോലെ ചെറുതായിട്ട് ഒന്ന് കിള്ളി ഇട്ട് കൊടുത്ത് ഒന്ന് ഷേപ്പാക്കി എടുത്താൽ മാത്രം മതിയാവും. അങ്ങനെ കറക്റ്റ് ഷേപ്പൊന്നും വേണമെന്ന് നിർബന്ധമില്ല, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതല്ലേ ഉള്ളൂ. പിന്നെ നമ്മൾ മൈദ ചേർക്കാൻ നേരത്ത് ഒരുപാട് മൈദ ചേർക്കരുത് കേട്ടോ. ബ്രെഡിൻ്റെ അളവ് നോക്കിയിട്ട് വേണം മൈദ ചേർക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര കട്ടിയായി പോകും നമ്മുടെ സ്നാക്സിന്. അതേപോലെ തന്നെ ഒട്ടും തന്നെ കുഴച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് ചെറുതായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും കേട്ടോ. കറക്റ്റ് ഷേപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതേപോലെയൊക്കെയാണ് നമ്മുടെ സ്നാക്സ് ഇരിക്കുന്നത്. ഞാനിപ്പോൾ ഇതേപോലെ മയോണൈസിൻ്റെ കൂടെ കേട്ടോ നമ്മുടെ സ്നാക്സ് കഴിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടൊമാറ്റോ സോസോ ചില്ലി സോസോ ഏതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രെഡ് പക്കോടയുടെ റെസിപ്പി എന്ന് പറയുന്നത്. നമ്മുടെ ബ്രെഡ് ഉപയോഗിച്ചിട്ട് വേറെയും ഒരുപാട് സ്നാക്സ് റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. കണ്ടോ, നമ്മുടെ സോസിൻ്റെ ഒക്കെ കൂടെ നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്കിപ്പോൾ ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫായിട്ട് ഇരിക്കുക. ബൈ ബൈ.